രാഷ്ട്രീയ തർക്കം തുടരുമ്പോൾ വികസനത്തിനും ഖജനാവിനും ഒരുപോലെ തിരിച്ചടിയായിരിക്കുകയാണ് കോട്ടയത്തെ ആകാശപാത. കൃത്യമായ കാഴ്ചപ്പാടുകളില്ലാതെ നടപ്പാക്കിയ പദ്ധതി 9 വർഷമാണ് മുടങ്ങിക്കിടന്നത്. തൂണുകൾ തുരുമ്പെടുത്തു എന്ന പഠന റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി കോട്ടയത്തെ ആകാശപാതയുടെ കാര്യത്തിൽ അന്തം വിട്ടു നിൽക്കുകയാണ് കോട്ടയത്തുകാർ. ഇത്രയധികം പഴി കേൾക്കേണ്ടി വന്ന മറ്റൊരു പദ്ധതി കേരള ചരിത്രത്തിലുണ്ടാകില്ല. അക്ഷരനഗരിക്ക് അഭിമാനമാകേണ്ട പദ്ധതി എങ്ങനെയാണ് ഇങ്ങനെയായത്? കോട്ടയംകാർ മാത്രമല്ല, ഇതിലെ കടന്നുപോകുന്ന ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യമാണിത്. വിദേശ രാജ്യങ്ങളിൽ കണ്ടിരുന്ന ആകാശപാത കോട്ടയത്തേക്കും എത്തുമെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചവരാണ് പലരും. എന്നാൽ അത് ഈയൊരവസ്ഥയിലാകുമെന്ന് ആരും കരുതിയില്ല. 2015 ഉമ്മൻചാണ്ടി സർക്കാരാണ് പദ്ധതി കൊണ്ടുവന്നത്. 5 കോടിയോളം രൂപ ഇതിനായി മാറ്റിവെക്കുകയും ചെയ്തു. എന്നാൽ പുതിയ സർക്കാർ വന്നതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. അശാസ്ത്രീയമായി വിഭാവനം ചെയ്ത പദ്ധതിക്ക് പണം ലഭിക്കാതെ വന്നതോടെ എല്ലാം താളം തെറ്റി. ഇതോടെ ഒരു പടവലം പന്തൽ പോലെ നഗരമധ്യത്തിൽ തൂണുകൾ മാത്രം അവശേഷിച്ചു. LDF സർക്കാർ നടത്തിയ രാഷ്ട്രീയ നീക്കമാണ് ഇതിന് കാരണമായതെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഇപ്പോൾ ആരോപിക്കുന്നത്. കോട്ടയത്തിന്റെ അഭിമാനകരമായ ഒരു കൺസ്ട്രക്ഷനാണ് സ്കൈ വാക്കർ. ദൗർഭാഗ്യവശാൽ അത് വീണ്ടും മുന്നോട്ട് തള്ളിപ്പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ LDF മുന്നോട്ട് വെക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. സ്ഥലമേറ്റെടുപ്പ് പോലും കൃത്യമായി നടത്താതെയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. തൂണുകൾ സ്ഥാപിച്ചതിൽ പോലും പിഴവുകളുണ്ട്. അശാസ്ത്രീയമായി നിർമ്മിച്ച പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇപ്പോൾ പുറത്തുവന്ന പാലക്കാട് IIT റിപ്പോർട്ടും ഇത് ശരിവെക്കുന്നതാണെന്ന് ഇവർ പറയുന്നു. ഗവൺമെന്റ് പദ്ധതി അല്ലത്, അത് നാറ്റ്പായ്ക്ക് റോഡ് സേഫ്റ്റി അതോറിറ്റിയായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രോജക്റ്റാണ്. സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതല്ല വിഷയം. അപ്പോൾ റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ് 5 കോടി രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചത്. അത് കിറ്റ്കോയെ അവരെ ഏൽപ്പിച്ചു. ആ നടപടിക്രമങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും അപ്രായോഗികമാണെന്ന് പരിശോധനാ റിപ്പോർട്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ വിഷയം ഇപ്പോൾ സജീവ ചർച്ചയാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തും പ്രധാന ചർച്ചാ വിഷയം തന്നെ. നിലവിൽ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. മേൽക്കൂര പൊളിച്ചുമാറ്റണമെന്നാണ് IITയുടെ പഠനത്തിൽ പറയുന്നത്. ആളുകളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന വാദം സർക്കാരും ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതി എന്ത് തീരുമാനിക്കുമെന്നാണ് കോട്ടയത്തുകാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അശാസ്ത്രീയമായി പദ്ധതി ആവിഷ്കരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെയാണ് LDF പഴിക്കുന്നത്. പണം നൽകാത്ത പിണറായി വിജയനാണ് പദ്ധതിക്ക് തിരിച്ചടിയുണ്ടാക്കുന്നതെന്നാണ് UDFും പറയുന്നത്. എന്തായാലും കോട്ടയംകാരുടെ ആകാശപാത ഇപ്പോൾ തൃശങ്കുവിലാണ്. ഇനി ഹൈക്കോടതി തന്നെ ആശ്രയം. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.